സഖാവ് കോരൻ 8 സെന്റ് സ്ഥലം മാത്രമുള്ള കോരന്റെ മകൻ പിണറായിക്ക് 75 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന വീട് എവിടുന്ന് കിട്ടി? അറിയോ നിങ്ങൾക്ക്? എം വിജയൻ മാഷെ, ധർമ്മളം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ വിജയൻ എന്ന് പറയുന്ന വലിയ ടൗസിൽ നിന്ന് വിട്ടു നടക്കുന്ന ഒരു വിജയൻ, ആ വിജയൻ പിണറായി വിജയൻ, ആ വിജയൻ ഇങ്ങനെ ഇരിക്കുമ്പോ എം വിജയൻ മാഷ് ചോദിച്ചു അത്രേ, എന്തിനാണ് വിജയൻ നീ ഇവിടെ ഇരിക്കുന്നത്? നിനക്ക് പോയി പഠിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ, പഠിക്കാൻ എനിക്ക് പണമില്ല എന്ന് പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുത്ത എം വിജയൻ മാഷ്, ആ വിജയൻ മാഷെ ചാഞ്ഞ മരം എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പിണറായി വിജയൻ. ഞങ്ങൾ ചോദിക്കുന്നു, എവിടുന്നാണ് പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് സഖാവ് കോരന്റെ മകൻ 8 സെന്റ് സ്ഥലം മാത്രമുള്ള തെങ്ങുകയറ്റ് തൊഴിലാളിയായ കോരന്റെ മകന് 75 ലക്ഷത്തോളം രൂപ എവിടുന്ന് കിട്ടി? ഞങ്ങൾ അന്വേഷിച്ചു, പോളിറ്റ് ബ്യൂറോ അന്വേഷിച്ചു, SNC ലാബിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം. സഖാവ് ബലാനന്ദനെ ഇവരെ ചുമതല ഏൽപ്പിച്ചു. ബലാനന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ നായകൻ. അദ്ദേഹം മരിച്ചുപോയി, ഈ അടുത്ത് മരിച്ചുപോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആളുകൾക്കും ബഹുമാനമുള്ള നേതാവാണ് സഖാവ് ബലാനന്ദൻ. അദ്ദേഹം അന്വേഷിച്ചു, 2 മാസത്തെ അന്വേഷണം നടത്തി. അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലെ ആ സദസ്സിന്റെ മുമ്പിൽ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട സഖാക്കളെ, ബട്ട് however I must say that we have made serious mistakes other than wrong political decisions to go for Canadian contract. പ്രിയപ്പെട്ട പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർമാരെ, നമുക്ക് തെറ്റുപറ്റിപ്പോയി. പിണറായി വിജയൻ കത്തിരിക്കുന്നു, പിണറായി വിജയൻ കൊള്ള ചെയ്തേക്കുന്നുവെന്ന് ബലാനന്ദൻ പറഞ്ഞു. പക്ഷെ പോളിറ്റ് ബ്യൂറോ പിണറായി ബ്യൂറോ ആയി മാറിയതാണ് ബലാനന്ദൻ അറിയുന്നത്. ആർക്കും ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ അമേരിക്കയല്ല സഖാക്കളെ നമ്മുടെ ശത്രുക്കൾ. ഈ പ്രദേശത്ത് ഏതെങ്കിലും പരിപ്പ് വടയും കട്ടൻ ചായ കുടിക്കുന്ന പാവപ്പെട്ട സഖാക്കളോടല്ല ലീഗ് ഈ പൊതുയോഗം നടത്തുന്നത്. നിങ്ങൾ പാവങ്ങളാ. നിങ്ങൾ അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിലല്ല, നിങ്ങൾ പിണറായി വിജയന്റെ നീരാളിപ്പിടുത്തത്തിലുള്ളത്. അമേരിക്കയല്ല നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പിണറായി വിജയന്റെ വീടിന് ഇത്രയും ആസ്തി എവിടെ നിന്ന് കിട്ടിയെന്ന്? അത് ചോദിച്ചതിന്റെ പേരിൽ 2 സഖാക്കളെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കിയത്, വിജയൻ പുറത്താക്കിയത്. പോരാ, പിണറായി വിജയൻ ഒരു മകനുണ്ട്, വിവേക് കിരൺ. ലണ്ടനിലെ ബർഹിംഡാം യൂണിവേഴ്സിറ്റിയിൽ 75-40 ലക്ഷം രൂപ ഓടിക്കൊണ്ട് പഠിക്കുന്നു. എവിടുന്നാണ് പിണറായി വിജയന്റെ മകൻ ഇത്രയും പണം കിട്ടിയത്? SFIക്കാരാ സ്വാശ്രയത്തിന്റെ പേരിൽ ഫറൂഖോളിലൊക്കെ എത്ര കലാപങ്ങൾ ഇവരുണ്ടാക്കി. മന്നം സൂപ്പി ഗോബേക്ക് എന്ന് വിളിച്ച സഖാക്കളെ, SFIക്കാരാ, നിന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ കോളർ പിടിച്ചുകൊണ്ട് ചോദിക്കൂ, നിന്റെ പ്രിയപ്പെട്ട മകൻ വിവേക് പഠിക്കുന്നത് ലണ്ടനിലാണ്, എവിടുന്നാണ് പണം കിട്ടിയത്? ധൈര്യമില്ല. പിണറായി വിജയൻ ഒരു മകളുണ്ട്, മകൾ വീണ വിജയൻ, മാതാ അമൃത എന്ന് വഹിച്ചിട്ടുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ മുടക്കി പഠിക്കുന്നു. എവിടുന്നാണ് പണം കിട്ടിയത്? ഞങ്ങൾക്കറിയണം. പാവങ്ങളുടെ പാർട്ടി, ബീഡിത്തൊടുപ്പ് തൊഴിലാളികളുടെ പാർട്ടി ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ തകർന്നരിപ്പണമായി. ഭരണമല്ല, എല്ലാം മേഖലയിൽ എനിക്ക് സമയമില്ല. ഇവിടെ പ്രിയപ്പെട്ട പടയോട്ടം ഏതാനും നിമിഷവും കടന്നു വരാൻ പോവുക. നോക്കൂ നിങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യണം. ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം ഇവിടെ നടത്തിയില്ലേ? ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയില്ലേ? നമ്മൾ അറിയണം. കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരും അറിയണം ഇവരുടെ വഞ്ചന. ഉമർ ഖാദിയുടെയും സദ്ദാം ഹുസൈന്റെയും ഫോട്ടോ വെച്ചുകൊണ്ട്, ഏതെങ്കിലും മുസ്ലിം നാമധാരിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ആളുകളാണെന്ന് പറയുന്ന ഇവരുടെ കാപട്യമുണ്ടല്ലോ, ഇവരുടെ വഞ്ചനയുണ്ടല്ലോ. ഇത് 4 കൊല്ലത്തിന്റെ ഇവരുടെ ഭരണം നമ്മൾ ചർച്ച ചെയ്യാം. ആദ്യം ഇവരെന്താ ചെയ്തത്? ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ ഭരണഘടന നമുക്ക് നൽകിയൊരു അവകാശമുണ്ട്. മുസ്ലിം സമുദായത്തിന്, ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക്, ഇവിടുത്തെ SC/ST വിഭാഗങ്ങൾക്ക്, ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിന് ഒരു സംവരണ തത്വാവകാശം നമുക്ക് നൽകിയത് ഇന്ത്യ നൽകിയ അനുഗ്രഹം, ഇന്ത്യ നമുക്ക് നൽകിയ അവകാശം, സംവരണ തത്വാവകാശം. നോക്കൂ നിങ്ങൾ, ആർട്ടിക്കിൾ 31 പ്രകാരം സംവരണ തത്വാവകാശം ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് അത് റദ്ദാക്കി VS അച്യുതാനന്ദനും കൂട്ടരും. നമ്പർ 1 അഫിഡവിറ്റ് കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആവശ്യമില്ല. ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നതമായി പഠിക്കാനുള്ള ഒരു സംവിധാനം VS അച്യുതാനന്ദനും കൂട്ടരും ഇല്ലാണ്ടാക്കി. ഇൻ കേരള, experience has shown that a large number of students from the minority get admitted on merit to professional institution. എന്താ പറഞ്ഞത്? ഒരു പറ്റം മൈനോറിറ്റി വിദ്യാർത്ഥികൾ, ഒരു പറ്റം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ, അവർക്ക് മെറിറ്റ് സീറ്റിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് സംവരണം കൊടുക്കേണ്ടതില്ല. അച്യുതാനന്ദനും MA അങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പദ്ധതി ഇല്ലാതാക്കി. പ്രിയമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. നമ്പർ 1 നമ്മൾ ചർച്ച ചെയ്യണം. നമ്പർ 2, രജീന്ദ്ര സച്ചാർ നമുക്ക് നൽകിയ മദ്രസ നവീകരണ പദ്ധതിയുണ്ട്. 40 കോടി രൂപ വീതം 120 കോടി രൂപ നമുക്ക് നൽകിയ ഫണ്ട്. നമുക്ക് വെറുതെ കൈയും നീട്ടി സ്വീകരിച്ചാൽ മതി.
സച്ചാർ കമ്മിറ്റി തന്ന ഇന്ത്യയുടെ ഗവൺമെന്റ് നമുക്ക് നൽകിയ ഒരു അംഗീകാരം അതിനും സ്വീകരിച്ച മതി. ഒരു സ്പെഷ്യൽ ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞു അത് തട്ടിമാറ്റി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലീഗിനെ എതിർക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ, ഏതെങ്കിലും ലീഗ് വിരോധികളുണ്ടെങ്കിൽ, ഇവിടെ വന്ന് ലീഗിൽ പ്രവർത്തിക്കാൻ കഴിയാതെയും ചിരിക്കുന്ന ഏതെങ്കിലും മാന്യ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത വഞ്ചനയുടെ മുഖം. സ്കോളർഷിപ്പ് പരിപാടി 4-5 മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ വെയിലന്തിയോളം വെയിലത്ത് കഷ്ടപ്പെട്ട് വെയിലത്ത് ക്യൂ നിന്നുകൊണ്ട് സ്കോളർഷിപ്പ് പദ്ധതി, അതിന് മുദ്രപേപ്പറിന് വേണ്ടി ക്യൂ നിന്ന രംഗം നമ്മൾ ഓർക്കണം. 4500 രൂപ കിട്ടുന്ന സ്കോളർഷിപ്പ് അത് 1000 രൂപയാക്കി വെട്ടിച്ചുരുക്കി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 10 രൂപയുടെ മുദ്രപേപ്പർ പൂഴ്ത്തിവെച്ച് 100ന്റെയും 50ന്റെയും മുദ്രപേപ്പർ വിട്ട് 8 ലക്ഷം രൂപ ഖജനാവിലേക്ക് വലിച്ചു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, MABയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അറിയണം സുഹൃത്തുക്കളെ, ലീഗിനെ എതിർക്കുന്നവർ മുഴുവൻ അറിയട്ടെ ഇവർ ചെയ്ത 3ാമത് ഘട്ടം. ഇതൊക്കെ പോലെ എന്നിട്ട് മദ്രസയിലെ ഉസ്താദന്മാർക്ക് പെൻഷൻ അനുവദിച്ച VS അച്യുതാനന്ദന് അഭിവാദ്യങ്ങൾ. പുതിയ ബോർഡാ. പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ട്. ഞങ്ങൾക്ക് അത്ഭുതപ്പെടാറുണ്ട്. 10,000-ഉം 20,000-ഉം ശമ്പളം കിട്ടുന്ന ആളുകൾക്ക് പോലും ജീവിതത്തിൽ നന്നായി ജീവിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് തുച്ഛമായ പണം 1000-ഉം 500-ഉം 750-ഉം കിട്ടി ജീവിക്കുന്ന ഉസ്താദുമാർ, അവരുടെ വസ്ത്രത്തിൽ എന്തൊരു ഈമാനാണ്, എന്തൊരു പ്രഭാവമാണ്, അവരുടെ കുടുംബത്തിൽ എന്തൊരു സെറ്റപ്പാണ്, അവർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നതെന്നറിയോ? നമ്മൾ അന്വേഷിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു അവർ വളരെ നല്ല പണമാണ് അവർ ആസ്വദിക്കുന്നത്. മക്കളെ പഠിപ്പിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച് ആ പഠനത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെ അവർ അന്തസ്സായി ജീവിക്കുന്നു. ആ അന്തസ് ഇല്ലാതാക്കാൻ, ആ റെസ്പെക്ട് ഇല്ലാതാക്കാൻ, ആ ജീവിതത്തിന്റെ വിശുദ്ധി ഇല്ലാതാക്കാൻ LICയുടെ പലിശയിലധിഷ്ഠിതമായ പ്രീമിയത്തിലൂടെ പെൻഷൻ എന്ന് പറഞ്ഞ് ഉസ്താദന്മാരുടെ മനം കവരാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഒരു കാലത്ത് ഞങ്ങൾ എതിർത്തും ചില ആളുകളൊക്കെ അവരൊക്കെ ഈ സത്യം തിരിച്ചറിഞ്ഞു. ലീഗ് വേണമെന്ന് അവരൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളത്. 10 വർഷം പ്രീമിയം അടിക്കാൻ